ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. റെസിപ്പി എന്താണെന്ന് വെച്ചാൽ വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. തലേന്നേ കുതിർക്കാനിട്ടിരുന്ന ഒരു കപ്പ് വെള്ളക്കടല ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലെ സവാള ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴുത്ത തക്കാളി, 2 പച്ചമുളക്. ഇത്രയാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കടല വച്ചിരുന്ന ബൗൾ നിറയെ വെള്ളം എടുത്തിട്ട് ഒരു 1/2 കപ്പും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 6 വിസിൽ വിളിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം വേവിക്കാൻ കുക്കറിൽ കടല എടുത്ത് വെച്ച സമയത്ത് അതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഇത് നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 6 വിസിൽ വിളിച്ച കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അരച്ചെടുത്ത അരപ്പും ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് തിളയ്ക്കുന്ന നേരം വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ഒരു 5 to 7 മിനിറ്റ്സ് ഇത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഫൈനൽ പ്രോസസ്സിലോട്ട് പോകാം. നമ്മുടെ ഫൈനൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ താളിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഇത് എടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമ്മുടെ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കടലക്കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടലക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും.